എന്തായാലും സംഘർഷഭരിതമാണ് പൂക്കോട് സർവകലാശാല ക്യാമ്പസ്. മോദി ശരി കമൽ, വീണ്ടും സംഘർഷഭരിതമാവുകയാണല്ലേ? വീണ്ടും കണ്ണീർവാതക ഷെല്ലുകൾ പോലീസ് പ്രയോഗിച്ചിരിക്കുന്നു. ഇന്ന് KSU മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് പ്രകടനത്തിനായി അയൽ ജില്ലകളിൽ നിന്നടക്കം പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പ്രകടനമാണ് ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടന്നത്. അതിന് നേരെയാണ് ഇപ്പോൾ ഫലപ്രയോഗം ഉണ്ടായിരിക്കുന്നത്, സംഘർഷമുണ്ടായിരിക്കുന്നത്. ആദ്യം MSFന്റെ പ്രകടനമാണ് ഗേറ്റിലേക്ക് എത്തിയത്. ആ സമയത്തും നേരിയ സംഘർഷമുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ചിതറിയോടിയ കുട്ടികൾ വീണ്ടും മുദ്രാവാക്യം വിളിച്ച് ഗേറ്റിന് സമീപത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു കുന്നിൻ ചെരിവാണ്, മുകളിലേക്ക് കയറി വേണം ഈ ഗേറ്റിനടുത്തേക്ക് എത്താൻ. താഴേക്ക് ഓടിയ കുട്ടികൾ വീണ്ടും അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ നേതാക്കൾ കുട്ടികളോട് വീണ്ടും പ്രതിഷേധത്തിന് അണിചേരാൻ ആവശ്യപ്പെടുകയാണ്. ശരി കമൽ. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് പ്രതികൾക്കെതിരെ വളരെ നിസ്സാരമായ വകുപ്പുകൾ മാത്രം ചുമത്തി അങ്ങനെ പലതും ആരോപിച്ചുകൊണ്ടാണ് ആദ്യം MSFും പിന്നീട് KSUവും പൂക്കോട് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോഴത്തെ KSUവിന്റെ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പൊട്ടിച്ചും ജലപീരങ്കി പ്രയോഗിച്ചും മാർച്ചിനെ തടയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടാനായി, സംഘർഷം അവസാനിപ്പിക്കാനായി, അടിച്ചമർത്താനായി പോലീസ് നിരവധി തവണയായി കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്നുണ്ട് പ്രതിഷേധക്കാർക്ക് നേരെ. നേരത്തെ ജലപീരങ്കി പ്രയോഗമുണ്ടായിരുന്നു. ആദ്യം MSF ആണ്, പിന്നീട് KSU ആണ്. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല ജില്ലകളിൽ നിന്നായി എത്തിയ KSU പ്രവർത്തകരാണ് ഇപ്പോൾ മാർച്ചിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, നിരവധി തവണയായി കണ്ണീർവാതക ഷെല്ലുകൾ ഈ പ്രകടനക്കാർക്ക് നേരെ പ്രയോഗിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. രാഹുൽ, എത്ര തവണയായി ഇങ്ങനെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്നു? പ്രവർത്തകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ? മോത്തി, ഇതൊരു കേവല പ്രതിഷേധം എന്ന നിലയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ക്യാമ്പസിൽ നിലനിൽക്കുന്നത് എന്നതാണ്. കാരണം പോലീസിന് നേരെ തുടർച്ചയായി കല്ലേറ് വരുന്നു. പോലീസ് 5-ലധികം തവണ പോലീസ് 5-ലധികം തവണ ഇപ്പോൾ ഈ ടിയർ ഗ്യാസ് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. ലാത്തി വീശി പ്രവർത്തകരെ, അതായത് ലാത്തി ചാർജ് എന്നതിനപ്പുറത്തേക്ക് അവരെ അടിച്ചോടിക്കുക എന്നതാണ്. ഒരു കുന്നിൻ മുകളിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പ്രവർത്തകരെ താഴേക്ക് അടിച്ചോടിക്കുക എന്നൊരു രീതിയാണ് എന്തായാലും പ്രവർത്തകർക്ക് KSU സംഘടിച്ചാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. വയനാട്ടിൽ നിന്ന് മാത്രമല്ല, സമീപ ജില്ലകളിൽ നിന്നൊക്കെ KSUവിന്റെ പ്രവർത്തകർ ഇതിനായി വന്നിട്ടുണ്ട്. 100-ലധികം പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. ചില പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്കും കടന്നു. ആദ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. കയ്യിൽ ഈ KSUവിന്റെ കൊടി കെട്ടിയ പൈപ്പ്, വടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് പോലീസിന് നേരെ എറിഞ്ഞു. സമയത്താണ് ഈ ബാരിക്കേഡിന് ഇപ്പുറത്തും പോലീസ് കൂടുതൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് പോയി. ലാത്തി വീശി പ്രവർത്തകർ എന്നിട്ടും അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് തല്ലി ഓടിക്കുക എന്നൊരു രീതി പോലീസ് സ്വീകരിച്ചത്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി. KSU പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ഇത് ഇപ്പോഴും ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ റേഞ്ചിന്റെ ചെറിയ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെങ്കിലും അത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഈ താഴേക്ക് പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചു വന്നിരിക്കുകയാണ്. അവർ പോലീസുമായി ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തി നിൽക്കുന്നു. 5-ലധികം തവണയാണ് പോലീസ് ടിയർ ഗ്യാസ് ഷെല്ല് പ്രയോഗിച്ചത് എന്നുള്ളതാണ്.
എന്നിട്ടും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രവർത്തകർ വീണ്ടും ഇവിടേക്ക് തന്നെ തമ്പടിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ ബാരിക്കേഡ് മറിഞ്ഞു കിടന്ന ഒരു KSUവിന്റെ പ്രവർത്തകർ പോലീസുകാരുടെ ഇടയിൽ കുടുങ്ങിപ്പോയി എന്നതാണ്. ആ സമയത്ത് അവിടെ പോലീസ് 5 അതിലധികമുള്ള പോലീസുകാർ ലാത്തി ഉപയോഗിച്ച ഈ പ്രവർത്തകനെ മർദ്ദിക്കുകയും ചെയ്തു. എന്തായാലും കൈക്ക് പരിക്കേറ്റ ഒരു KSU പ്രവർത്തകരുണ്ട്. തൊട്ടടുത്ത് തന്നെയായി പോലീസുകാർക്കിടയിൽ ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഷോൾഡറിന് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് പ്രവർത്തകൻ പറയുന്നത്. എന്തായാലും യുദ്ധസമാനമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഈ പരിക്കേറ്റ പ്രവർത്തകരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി രാഹുൽ. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലേക്ക് നടത്തിയ KSU മാർച്ച് സംഘർഷഭരിതമായി യുദ്ധസമാനമായ അന്തരീക്ഷമാണ് പൂക്കോട് സർവകലാശാലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണയായി പോലീസിന് നേരെ KSU പ്രവർത്തകർ കല്ലേറ് നടത്തി ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് പോലീസ് പല തവണയായി കണ്ണീർ വാതക ഷെല്ലുകളും പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. ചിലർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. എത്രത്തോളം പരിക്കേറ്റു എന്നോ പരിക്ക് സാരമാണോ എന്നോ സംബന്ധിച്ച വിവരങ്ങൾ ഈ തിരക്കിനിടയിൽ ലഭ്യമല്ല എന്നാണ് രാഹുൽ പറയുന്നത്. രാഹുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരിക്കും